ചേട്ടാ രജിസ്റ്റർ എടുക്കുക, പോവാൻ സമയമായി. രജിസ്റ്റർ ഒപ്പിടുന്ന ഇരിക്കുന്ന മഞ്ഞ കളറില്, മഞ്ഞ കളറില്. ഇതാ? ഓ അത് തന്നെ. അനുജ, വാർത്ത സൂപ്പറായിരുന്നു ചേട്ടാ. വാർത്തയൊക്കെ നമ്മൾ അത്രമാത്രം പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് നല്ല പേരൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ കണ്ടന്റും നമ്മൾ അത്ര കൃത്യമായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ ഒരുപാട് കയറുന്നുണ്ട് കേട്ടോ വാർത്തയൊക്കെ. നമ്മൾ ആ വയനാടിന്റെ ഒക്കെ സമയത്ത് നമ്മൾ റിസ്ക് എടുത്താണ് ഒരു വാർത്ത. അവിടെ ചെന്ന് ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ? പിന്നെ അല്ലാതെ എന്തുമാത്രം കഷ്ടപ്പെടുക. സാറിന്റെ പറയുന്നുണ്ട് കേട്ടാ. ചേട്ടൻ ഇവര് പറഞ്ഞില്ലേ? ഞാൻ പറയും. ഞാൻ വിചാരിച്ച ചേട്ടൻ പറഞ്ഞു കാണുമെന്ന്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയാം. ഓ ശരി ചേട്ടാ, ഇറങ്ങട്ടെ. ഓ വേറെ ജോലിയില്ല. വാർത്ത കേറണേയില്ല, ചുമ്മാ വേറെ ആരെങ്കിലും വെക്കാതെ. പുറത്തോട്ടായിരുന്നോ? ഞാൻ റോഡിലൊന്ന് കൂട്ടുവരാണ്. എന്തായാലും ഒപ്പിട്ടിട്ടാണ് പോവാ. എന്നാ അടിപൊളി പരിപാടിയായിരുന്നു കേട്ടാ. സൂപ്പർ. ആ ചെളി കിടന്ന് വേറെ എന്തോന്നല്ല, നമ്മൾ അത്ര റിസ്ക് എടുത്താലേ അത് വിജയിക്കത്തുള്ളൂ പരിപാടി. സൂപ്പറായിരുന്നു. അല്ല, നമ്മളവിടെ ചെയ്യുന്ന എല്ലാ പരിപാടിയൊക്കെ ഉണ്ട്. അടിപൊളി സൂപ്പർ പരിപാടി. നിങ്ങളെ മോശം എവിടെയൊന്നും അല്ല. ഷിബുസാറിന്റെ ഗംഭീരം അതല്ലോ അന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ. അല്ല പറഞ്ഞു മറ്റുള്ളവർക്ക്. ഞാൻ സാറിന്റെ പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇതുവരെ പറഞ്ഞില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ല. നല്ല പരിപാടി, നിങ്ങൾക്ക് പ്രത്യേക ഒരു മുൻഗണന തരണമെന്ന് പറയാൻ ഇരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും. പിന്നെ പിന്നെ പറയും. പിന്നെ കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങോട്ടുള്ള ഇത് നടക്കത്തുള്ളൂ. പിന്നെ അത് വേണമല്ലോ. പിന്നെ തീർച്ചയായും. അല്ല എന്താ കടയിൽ പോണോ? ഞാൻ കടയിൽ പോയിട്ട് പെട്ടെന്ന് പോയിട്ട് വാങ്ങിക്കണം. എന്നെ ഒന്നും മേടിക്കണ്ട. അവൻ്റെ പരിപാടി എടുക്കാനും പറഞ്ഞുവിട. പിന്നെ എന്തിനിങ്ങനെ നടക്കണത്? കഷ്ടം തന്നെ. ആൾക്കാരെ പറ്റിച്ചിന്നെ വലിച്ചു വാരിയിട്ട് ഇതൊക്കെ എന്തിനാണ് ആന്ത വെച്ചേക്കണത്? ആ 5 മണിയായല്ലേ? പിന്നെ നിങ്ങളെ ക്യാമറ സമ്മതിച്ചു തന്നിട്ടു ക്യാമറ എടുക്കണത്. വിഷ്വലൊക്കെ പക്ക, സൗണ്ടൊക്കെ അല്ല പക്ക ആയിട്ട് കിട്ടും. പിന്നെ അടിപൊളിയായിട്ട് കിട്ടും കേട്ടാ. എന്തായിരുന്നാലും നമുക്കൊരു കാര്യം ചെയ്യാം. പിന്നെ രാജേഷ് വേണ്ട, അവനങ്ങ് തട്ടാം. ക്യാമറമാനെ അവൻ വേണ്ട, നിങ്ങൾ മതി. അതാണ് പറയാൻ ഞാൻ അത് സാറിൻ്റെ പറഞ്ഞിട്ടേ എന്തായാലും മാറ്റി ധരിപ്പിക്കാം. പോരെ? അവൻ്റെ കോപ്പിന് എടുപ്പ് അവൻ എടുത്തു കൊടുത്താലും മതി. സൗണ്ടും ഇല്ല, ഒന്ന് സൗണ്ട് കിട്ടൂല, ഇല്ലെങ്കിൽ പിന്നെ വിഷ്വൽ കിട്ടൂല. ഒന്ന് അന്തരീക്ഷത്ത് കാണിക്കും, ഇല്ലെങ്കിൽ താഴെ കാണിക്കും. എന്തൊരു കഷ്ടവും തോന്നും. പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ സൂപ്പർന്ന്. പിന്നെ സത്യം. പിന്നെ ലോകത്താരും വണ്ടി ഓടിച്ചിട്ടില്ല. തമാശല്ല പറഞ്ഞു. ആര് പറഞ്ഞു? നമ്മളവിടെ നെഞ്ഞല്ല പയ്യെ വാവ വിളിച്ചു പറഞ്ഞു. വാവേ വണ്ടി ഭയങ്കര ഓട്ടിപ്പോ. നീ വണ്ടി വിട്ട് ഭയങ്കര സ്പീഡിലാണ് വിട്ടെന്ന്. അല്ല തള്ളു അല്ലടാ, കള്ളപ്പറയല്ല, ഭയങ്കര തന്നെ. ഉള്ള ഗിയറും വലിച്ചു വീഴുത്, ആവശ്യം പണിയാക്കി, ക്ലച്ചും പോയി. എന്തൊരു കഷ്ടമെന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. ഉള്ള പൈസ അത്രയും പോവും. സാറേ ഇതെവിടത്തെ? നമ്മളെ ഓഫീസിൻ്റെ. ഏത് ഓഫീസിൻ്റെ? ചാനലിൻ്റെ. ഇന്ന് 20 പേരുണ്ടായിരുന്നോ? ഇന്ന് 22 പേരുണ്ടായിരുന്നു. അതിൽ 2 പേര് താഴെ ഉണ്ട്. അങ്ങനെ പോകുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, നല്ലതിൽ പോകുന്നുണ്ട്. പക്ഷെ അവർ അനുജരെ വാർത്തയൊന്നും അത്ര പോരാ, ഒന്നും കയറുന്നില്ല. ആ പെണ്ണ് പഠിച്ച പെണ്ണല്ലേ? എന്നാലും അതത്ര പോരാ. ഇല്ല, ഞാൻ നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു വിധം ഇതായിട്ട് പോവല്ലേ. ഒരു മുമ്പില്ല, സൗണ്ടിലൊന്നും ഒരു ഇതില്ല. പിന്നെ അതുപോലെ തന്നെ
ശ്യാമിൻ്റെ അനുജനെ മാറ്റണം അല്ലേ? ശ്യാമിൻ്റെ ആ ഒരു ഇത് നല്ല ഇതിലങ്ങ് ആയി വരുന്നില്ല. അഭിനയം ആ ജീവിച്ച് തീർക്കുന്നില്ല. പുള്ളി വന്നിട്ട് നേരത്തെ ഏഷ്യാനെറ്റ് കോമഡി ഷോയിലൊക്കെ അതുപോലല്ല ഇത് ഉള്ള ആളല്ലേ? അതാണ് സെലക്ട് ചെയ്ത കാര്യം. അഭിനയിക്കുന്ന ഒരു ഭാവം ആ ജീവിതത്തിൽ കൂടെ വരുന്ന ഒരു രീതിയിലല്ല അഭിനയിക്കേണ്ടത്. നമ്മൾ അഭിനയിക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് പുള്ളിക്ക് വരുന്നില്ല. പിന്നെ അവൻ്റെ വണ്ടി വെട്ടിപ്പ് ശരിയല്ല. വണ്ടി വെട്ടിപ്പ് ഉള്ള ആ ഗിയർ അത്രയും ഇതാക്കി ആ ഹൗസിങ് പണി, ക്ലച്ച് പോക്കും, ഡെയിലി മൈലേജ് കിട്ടണില്ല. ഉള്ള പൈസക്ക് അത്രയും എണ്ണ അടിക്കുക തന്നെ. അപ്പൊ അവനെ മാറ്റണം. പിന്നെ ക്യാമറ എടുപ്പ് അത്ര സുഖകരമായിട്ട് തോന്നുന്നില്ല. ഭയങ്കര ഫോൺ ചെയ്യുക ഏതാ ലൈൻ എത്തുന്നാണ് തോന്നണം. ഭയങ്കര കുടുംബമായിട്ടുണ്ട്, കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്നല്ലേ. ഫോൺ ചെയ്യുക സഹിക്കാമെന്ന് ഫോൺ ചെയ്യുക, എപ്പോഴും ഫോണിൽ തന്നെ. അത് മാറ്റണോ? പിന്നെ അതൊരു വല്ലാത്തൊരു അടിയാണ്. പിന്നെ ബാക്കിയൊക്കെ എങ്ങനെ പോകുന്നത്? ബാക്കിയുള്ളവരൊക്കെ അങ്ങ് തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോണ, വേറെ കുഴപ്പമൊന്നുമില്ല. അവര് വലിയ പ്രശ്നക്കാരൊന്നും പിന്നെ അതിൽ വന്നില്ല. ബാക്കിയുള്ളവരൊന്നും എഡിറ്റിങ്ങിന്റെ അങ്ങനെ പോകുന്നവരൊക്കെ എഡിറ്റിങ് ഒരു ഫോൺ ചെയ്യക്കോ സീരിയലാണൊക്കെ ഉണ്ട്. ഫോൺ ചെയ്യക്കും സീരിയലാണൊക്കെ തന്നെ. അത് മാറ്റണം. അതും ഒന്ന് താക്കീത് കൊടുക്കണം. നിങ്ങൾക്ക് ഇവിടെ എന്താണ് ജോലി? എനിക്കിത് മൊത്തം കൺട്രോൾ ചെയ്യേക്കാം. ഇതൊക്കെ നേരെയാക്കാനാണല്ലോ നിങ്ങളാക്കിയത്. നിങ്ങളിവിടെ ആക്കിയത് എന്തിനാ? ഇത് ഇവരെ കൊണ്ട് നേരെയാക്കാനല്ലോ ചെയ്തത്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ നാളത്തോട്ട് വരണ്ട. അവരെ നോക്കാൻ എനിക്കറിയാം. ഞാൻ നാളത്തോട്ട് വരണ്ട. വേണ്ട. നിങ്ങളിപ്പോ അവരെ നേരെയാക്കാനാണല്ലോ ഞാൻ ആക്കിയത്. അവരെ ഞാൻ നേരെയാക്കാൻ ശ്രമിച്ചു നോക്കി, നടക്കണില്ല. അത് കഴിവുള്ളവരെ നിങ്ങളെ കൂടെ തരുമ്പോഴത്തേക്ക് അവരെ നേരെയാക്കേണ്ട കടമ നിങ്ങൾക്കല്ലേ? അവരെ മാക്സിമം ഞാൻ നോക്കി, പക്ഷെ അവര് ഒരു പിടിയും തരണില്ല. എന്തായാലും ഞാൻ അവരെ നാളെ ഒരു മീറ്റിംഗ് വിളിക്കട്ടെ. അതുവരെ ഞാൻ വിളിച്ചിട്ട് നിങ്ങളെ ജോലി കയറിയാൽ മതി. ഓക്കെ, നിങ്ങൾ പൊക്കോളൂ. ഇതിലെ ഉറി തൂങ്ങിയതിൻ്റെ മറ്റട തൂങ്ങിയെന്നൊക്കെ ആയിപ്പോയി. ഇത് അങ്ങേരെ ശരിയല്ല, പിന്നെ എങ്ങനെ സ്റ്റാഫുകളെ നന്നാക്കാൻ നോക്കും? ഇഷ്ടം തന്നെ. ഇതുപോലുള്ള നരാധമന്മാരാണ് ഓരോ സ്ഥാപനത്തിൻ്റെയും ശാപം. ഇത്തരത്തിലുള്ളവരെ നാം വേർതിരിച്ചറിയേണ്ടതുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവരാരും നമുക്ക് നന്മ ചെയ്യാൻ ഉദ്ദേശമുള്ളവരല്ല. ഇത്തരക്കാരെ സൂക്ഷിച്ചില്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ പലതും ശിഥിലമാവുകയും പലർക്കും ജോലി നഷ്ടമാവുകയും ചെയ്യും. മറ്റൊരാട്ടക്കലാശവുമായി വീണ്ടും കാണാം.